താനോടെ കുരിഞ്ഞിരിക്കുന്നതൊക്കെ. ഹലോ എവരിവൺ, ഈസി ടേസ്റ്റി ക്വസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ മോളാണെങ്കിൽ ഡാർക്ക് കോമ്പൗണ്ട് ഇരിപ്പുണ്ടായിരുന്നു കുറച്ച്. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി തരാമെന്ന് ചോദിച്ചപ്പോഴത്തേനും എൻ്റെ കുറച്ച് ബ്രെഡും, അപ്പം ഞാൻ ബ്രെഡും പാലും ഇച്ചിരി പഞ്ചസാരയും ചേർത്തൊരു ചെറിയ പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതിൻ്റെ ആ റെസിപ്പി കാണണം, കണ്ട് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഗ്രീഡിയൻസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ നമുക്ക് എക്സ്ട്രാ വരുന്നത് പാല് വേണം, കുറച്ച് ചൂടായ പാല് വേണം. പിന്നെ മൈദ. എൻ്റെ ഇതിൽ ഞാൻ 1 ടീസ്പൂൺ മൈദ, ഒരു കാൽ കപ്പ് വെള്ളത്തിൽ നല്ലപോലെ കലക്കി വെക്കണം കേട്ടോ. നല്ല ഇതില്ലാതെ, കട്ടയില്ലാതെ കലക്കി വെക്കുക. ഒരു 2 ടീസ്പൂൺ പോലെ പൊടിച്ച് പഞ്ചസാര വേണ്ടി വരും. പിന്നെ 2 ബ്രെഡ് എടുത്തിട്ടുണ്ട്, 2 ക്യൂബ്സ് ബട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എങ്ങനെയാന്ന് നോക്കാം. ഇത് 1 കപ്പിനുള്ളതാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് അപ്പം നമുക്കിതൊന്ന് ഇതിൻ്റെ സൈഡിലുള്ള ഇത് കളഞ്ഞ് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. ഈ ബാക്കി വരുന്ന ബ്രെഡ് പൊടിയൊന്നും കളയരുത്. ഇതൊക്കെ നമുക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ട്ലറ്റോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ബ്രെഡ് ക്രംസിന് വേണ്ടി ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് ഡാർക്ക് കോമ്പൗണ്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാവേ. ബട്ടർ നല്ലപോലെ ചൂടാകുമ്പോഴത്തേനും നമ്മൾ എടുത്തു വെച്ചേക്കുന്ന മൈദ ഇല്ലേ, നമ്മൾ കലക്കി വെച്ചേക്കുന്ന മൈദ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പാലൊഴിക്കാം. ഇതിലേക്കൊരു 1/4 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. ഇത് എടുക്കുമ്പോൾ തീ കുറച്ച് വെച്ച് വേണം ചെയ്യാനേ. ഇതിൽ നമ്മൾ 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പം ഇത് നല്ല മധുരമുണ്ട്, നമ്മൾ 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇത് ഇനി അധികം നേരം നമ്മുടെ ഇതിൽ പാനിൽ വെക്കരുത് കേട്ടോ, അത് കൂടുതൽ കട്ട് ചെയ്യും. അപ്പോൾ നമുക്കിതിലേക്ക് മാറ്റി തണുക്കാൻ വെക്കാം. നമ്മൾ ഡാർക്ക് കോമ്പൗണ്ട് മെൽറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിലുണ്ട് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം മതി, കാരണം തിളച്ച് ഇതിലേക്ക് കയറരുത്. കുറച്ച് വെള്ളം എടുക്കുക. ഒരിക്കലും നമ്മൾ ഡാർക്ക് കോമ്പൗണ്ട്, ചോക്ലേറ്റ് ഇതൊന്നും ഡയറക്റ്റായിട്ട് മെൽറ്റ് ആക്കരുത്. കുറച്ച് വെള്ളം എടുത്തിട്ട് അത് ബോയിൽ ചെയ്യാൻ വെച്ചിട്ട് അതിലേക്ക് ഇറക്കി വെച്ചിട്ട് വേണം ഇത് മെൽറ്റ് ആക്കാൻ കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് നമ്മുടെ ബൗൾ ഇറക്കി വെക്കുന്നുണ്ട്. കൈയൊന്നും പൊള്ളാതെ സൂക്ഷിച്ചോണേ. കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് മെൽറ്റായിട്ട് വരുവേ. ഇതിലേക്ക്, ഈ ഡാർക്ക് കോമ്പൗണ്ടിലേക്ക് നമ്മൾ 2 ഇത് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ബട്ടർ എടുത്തിട്ട് 2 ക്യൂബ്സ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ 1 ക്യൂബ്സ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഡാർക്ക് കോമ്പൗണ്ട് മെൽറ്റായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു 2 ടേബിൾ സ്പൂൺ പോലെ ഉള്ളു കേട്ടോ. നമ്മുടെ ആവശ്യം 2 ടേബിൾ സ്പൂൺ കുറച്ചും കൂടി ഉള്ളു, കാരണം ഒറ്റ കപ്പിലുള്ളതേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് അത്രയും മതിയാവും. പിന്നെ നമുക്ക് അധികം വേണമെങ്കിൽ അത്രയേ ഉള്ളൂ ചെയ്യാം. പിന്നെ ഈ ഡാർക്ക് കോമ്പൗണ്ട് ഇങ്ങനെ ചോക്ലേറ്റ് അതുപോലെ അതൊക്കെ മെൽറ്റാക്കി അധികം നേരം വെക്കരുത്, ഉടനെ തന്നെ അത് വീണ്ടും കട്ട് ചെയ്യാം. നമ്മൾ ഇതിൻ്റെ അകത്ത് 1 ക്യൂബ് ബട്ടറും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ദേ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ പരുവം മതിയേ, നമുക്ക് തീ ഓഫ് ചെയ്യാം. ആദ്യം നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ബട്ടറും ഡാർക്ക് കോമ്പൗണ്ടും മെൽറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഫസ്റ്റ് ലെയറായിട്ട്. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ബ്രെഡില്ലേ, അത് ഇതിനുള്ളിലേക്ക് വെക്കാം. ഇത് നമ്മൾ ചൂട് പാൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ചൂട് പാല് ഒരു കുറച്ച് മതി, 1 ടേബിൾ സ്പൂൺ പോലെ ആ ബ്രെഡ് മേളിലിടുക. പിന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന നമ്മൾ മൈദയും ഇതെല്ലാം കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഈ ബ്രെഡിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കുക. അടുത്ത കഷ്ണം ബ്രെഡ് ഇടുക കേട്ടോ. അതിൻ്റെ മുകളിലും അല്പം പാൽ കേട്ടോ, കുറച്ച് പാൽ മതി കേട്ടോ, സോക്കാവാൻ വേണ്ടിയിട്ട്. തിളപ്പിച്ച് വെച്ചേക്കുന്ന പാലാട്ടോ.
ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ചോക്ലേറ്റ് അതിൻ്റെ മേളിലാക്കി കൊടുക്കുക. ചോക്ലേറ്റിൻ്റെ അളവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാം കേട്ടോ. ഇവിടെ ആരും അത്ര പഞ്ചസാര പ്രിയരല്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ചേക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മളുടെ ഈ വൈറ്റ് സോസിൻ്റെ ഇതിൽ ക്രീമി വൈറ്റ് സോസ് ഇട്ട് കൊടുക്കുക. അധികം ഇരിക്കുന്ന ചോക്ലേറ്റ് ഫുള്ളായിട്ട് നമ്മുടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഡാർക്ക് ആകുമ്പോൾ ഞാൻ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേളിലേക്ക് വെറുതെ ഒരു ദിവസത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, പിള്ളേരെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്കൊരു 1 hour ഫ്രിഡ്ജിലോട്ട് വെക്കാം കേട്ടോ. ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് നമ്മുടെ ബ്രെഡ് പുഡിങ് എങ്ങനെ ആയിരിക്കും നോക്കാം. ഓക്കെ, ഞാൻ വിചാരിച്ചാലും ഭയങ്കര ടേസ്റ്റാണ്. ഒരു മിനിറ്റ്, എൻ്റെ മോനെ വിളിച്ചിട്ട് അവൻ പറഞ്ഞു, ഡാനോ, ഇവൻ പറഞ്ഞു ഇതിന്റെ ബ്രെഡിന്റെ ടേസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ നോക്കട്ടെ, ചോദിച്ചു. എന്താ ടേസ്റ്റാടാ? ഇല്ല. അപ്പൊ ഞാൻ കള്ളം പറഞ്ഞാല, അവൻ പറഞ്ഞു കഴിഞ്ഞു സൂപ്പർ ടേസ്റ്റ് ആണ്, മസ്റ്റ് ട്രൈ. എല്ലാവരും ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.